മൈസൂരിലേക്ക് കാറിലുള്ള യാത്രയാണ്. ശനിയാഴ്ച പുലർച്ചെ പുറപ്പെട്ടു. ഈ യാത്ര സ്വന്തം കാറിലുള്ള യാത്രയാണ്. കാറിൽ ആദ്യമായിട്ടാണ് ഒരു യാത്ര ലോങ് അടിക്കുന്നത്. യാത്ര ഏതായാലും നമുക്ക് ഈ ഒറ്റ യാത്ര കൊണ്ട്, മൈസൂരിൽ ഒറ്റ യാത്ര കൊണ്ട് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് നമുക്ക് പോയി വരാനുള്ള ധൈര്യം കിട്ടും എന്നുള്ളത് അതിൻ്റെ പ്രത്യേകത. പിന്നെ സ്വന്തം കാറിൽ പോകുമ്പോൾ നമ്മളെ ഫാമിലിക്ക് വളരെ സുന്ദരമായിട്ട് പോയി വരാൻ കഴിയും. കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങാനുള്ള സൗകര്യം കിട്ടും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിർത്താം, വണ്ടി നിർത്തിയിട്ട് ഇറങ്ങാം. മുത്തങ്ങായിലാണ് ഇപ്പോൾ ഉള്ളത്. മുത്തങ്ങായിൽ നിങ്ങൾ പോകുന്ന വഴി തന്നെ നമ്മൾ ആനയെ കണ്ടു, കാട്ടിലുള്ള ആനയെ കണ്ടു, അതുപോലെ മാനുകളെ കണ്ടു. ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കാഴ്ച കാണുമ്പോൾ നമുക്കവിടെ പിന്നെ നോക്കാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ കഴിയും. നമ്മൾ മറ്റൊരു വണ്ടിയിലുള്ള മാതിരിയല്ല, സ്വന്തം പ്രൈവസിക്ക് അനുസരിച്ച് നമുക്ക് നിർത്താനും പിന്നെ നമുക്ക് ഇറങ്ങാനുള്ള സൗകര്യം നമുക്ക് ലഭിക്കും. ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ സ്വന്തം കാറിലൊന്ന് ലോങ് അടിച്ചു നോക്കുക എന്നുള്ളത് നല്ലൊരു സംഗതി തന്നെയാണ്. ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഭക്ഷണം കരുതിയിട്ടുള്ളത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ പിന്നെ ഭക്ഷണം തന്നെയായിരുന്നു. കടകളിൽ നിന്നും വാങ്ങേണ്ട എന്ന തീരുമാനമായിരുന്നു. ആ തീരുമാനം തന്നെ അവസാനം വരെ ഉറച്ചു നിന്നു. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള സൗകര്യം കൂടെ ഇതിലുണ്ട് കേട്ടോ. ഭക്ഷണം സാധാരണ നമ്മൾ ഗ്യാസൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെയാണ് സാധാരണ ആളുകൾ ചെയ്യുന്നത്. നമ്മൾ ഭക്ഷണം പാകം ചെയ്തിട്ട് തന്നെ കൊണ്ടുപോകുന്നത്. അങ്ങനെ പോകുമ്പോൾ തമിഴ്നാട് എത്തിയിട്ടുണ്ട്. തമിഴ്നാട് റോഡ് പറഞ്ഞാൽ നമ്മൾ കേരളത്തിനെ അപേക്ഷിച്ച് തമിഴ്നാട് എത്തുന്നതോട് കൂടെ ആകെ മാറിയിട്ടാണ്. കാരണം ഈ അത്രയും സുന്ദരമായ റോഡിൻ്റെ കാര്യത്തിൽ ഒരു പേടിക്കാത്ത റോഡാണ് ഈ മൈസൂർ റോഡ് നേരെ പിടിക്കാനുള്ളൂ. കോഴിക്കോട് വന്ന് മുത്തങ്ങ കഴിഞ്ഞാൽ പിന്നെ നേരെ ഉള്ള പാതയാണ് മൈസൂരിലേക്ക്. ഗുണ്ടൽപേട്ടിൽ നിന്ന് മാത്രം മാറാനുള്ളൂ. ഗുണ്ടൽപേട്ട് എത്തിക്കഴിഞ്ഞാൽ മാറുക എന്നുള്ള വഴി മാത്രമേ ഉള്ളൂ. അങ്ങനെ യാത്ര നീണ്ടുകൊണ്ടിരിക്കുകയാണ്. യാത്ര ചൂട് കുറവാണ് തമിഴ്നാട്ടിലിപ്പോൾ. അങ്ങനെ പോകുന്ന യാത്രയിൽ നമുക്ക് ഇഷ്ടംപോലെ കടകൾ, പക്ഷേ എങ്കിലും കേരളത്തിനെ അപേക്ഷിച്ച് വാഹനങ്ങൾ കുറവാട്ട, വാഹനങ്ങൾ കുറവാണെന്നുള്ള പ്രത്യേകതയും കൊണ്ട് പോകുന്ന വഴിക്ക് കണ്ട പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ തോട്ടമാണ്. ഉരുളക്കിഴങ്ങിൻ്റെ തോട്ടത്തിൻ്റെ പിന്നെ ആളുമുണ്ട്. അയാളുമായി സംസാരിച്ചു. അയാൾ ഉരുളക്കിഴങ്ങിൻ്റെ കൃഷി രീതിയെ ശരിക്കും ഇത്തരം കാര്യങ്ങളാണ് ഗ്രാമപ്രദേശങ്ങൾ, തമിഴ്നാടിൻ്റെ ഗ്രാമപ്രദേശങ്ങൾ, അവിടെയുള്ള പാവപ്പെട്ട ആളുകളുടെ ജീവിതങ്ങൾ, അവരുടെ സംസ്കാരങ്ങൾ, ഇതൊക്കെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഒരു നല്ലൊരു യാത്രക്കാരനാവാനുള്ള ഒരു ബോധം വരുന്നത്. അവിടുത്തെ ആകാശത്തിന് പോലും നീലനിറം, നല്ല സുന്ദര നീലനിറമായിരുന്നു. പിന്നെ ഈ ഉരുളക്കിഴങ്ങ് ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല, കിഴങ്ങ് താഴെയാണ് ഉണ്ടാകുന്നത്. ഈ മുകളിൽ കണ്ട പിന്നെ ഞങ്ങൾ മൈസൂരിലെത്തി. മൃഗശാലയിൽ പോയപ്പോൾ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട കാര്യം എന്താണ് മൈസൂരിൽ കാണാനുള്ളത്? മൈസൂരിൽ ആദ്യമായി കാണുന്നത് പാലസാണ്, പിന്നെ സൂ ആണ്. ഈ രണ്ട് കാര്യങ്ങൾ. അത് മാത്രമല്ല ടിപ്പു സുൽത്താൻ്റെ പിന്നെ കോട്ട മറ്റൊരു സ്ഥലത്തുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ദർഗയും ഉണ്ട്. ഇതും കാണേണ്ടതാണ്. അത് മാത്രമല്ല വാഹനങ്ങളുടെ ഒരു ലോകമുണ്ട്. പഴയ വിൻറ്റേജ് വാഹനങ്ങളുടെ ഒരു പിന്നെ മ്യൂസിയം ഒരുക്കിയിട്ടുണ്ട്. അതും പിന്നെ അറിയപ്പെട്ട സ്ഥലമാണ്.